ഇപ്പോൾ വായ 2 ബയോപിക് ഓഫ് എ ബില്യൺ പ്രോസ് ഒന്നും പറയാനില്ല പടം. അതെ, അടിപൊളി പാടാണ്. നമ്മളിപ്പോൾ കണ്ടു വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ ആ കണ്ടുവന്ന ചൂടിൽ തന്നെ നമ്മൾ ചെയ്യാന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഇത് ഡയറക്ടർ പേര് സവിനസ്. ഒന്നും പറയാനില്ല. മുമ്പ് ചെയ്തിട്ടുണ്ടോ പടം സവിനസ്? എനിക്കറിയാം 2023 ഏത് ഒരു പടം ഡയറക്ടർ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അറിയാം. പക്ഷേ ഈ ഒരു പടം അടിപൊളിയായിരുന്നു. ഒന്നും പറയാനില്ല, ഒരു രക്ഷയില്ല. നമ്മളൊരു റിയാലിറ്റീനെ കാണിച്ചു തരുന്ന ഒരു പടം. അതെ, വായ 1 പോലെ തന്നെയാണ്. അതായത് സ്കൂൾ ലൈഫിൽ നിന്ന് റിയാലിറ്റിയിലേക്ക് വരുന്ന ആ സാഹചര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതേപോലെ തന്നെയാണ് ഇതിലും സ്റ്റോറി ബേസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഡിഫറെന്റ് ലൈഫ് സ്റ്റൈൽസ് ആണല്ലോ, അതൊക്കെ ഇതിൽ കാണിച്ചിട്ടുണ്ട്. പിന്നെ പെർഫോമൻസ് വൈസ് നോക്കുന്ന സമയത്ത് ഹാഷിറാൻ ടീമാണ് മെയിൻ മുന്നിൽ നിൽക്കുന്നത്. അവരുടെ തന്നെയാണ് ഈ സ്റ്റോറി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതേപോലെ യൂറേക്ക സ്റ്റോറീസിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗോപൻ എന്ന് പെർഫോം ചെയ്യുന്നത്. കറക്റ്റ് പേര് എനിക്കറിയില്ല, ഗോപൻ തന്നെയാണോ എന്നറിയില്ല. അതിൽ ഗോപൻ എന്ന് പറഞ്ഞിട്ടുള്ള ക്യാരക്ടർ ചെയ്യുന്നത്. അപ്പോൾ ചെറിയൊരു റോളുള്ളെങ്കിലും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല എന്താ പറയുക, ആ റോൾ അതേപോലെ ചെയ്യാൻ പറ്റും എനിക്ക് തോന്നണില്ല. അത്രയും ആപ്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്, ചെറിയൊരു ക്യാരക്ടർ ആണെങ്കിലും. അതുപോലെ തന്നെ ഈ ആഷിറാൻ ടീംസ് ആയിക്കോട്ടെ, പിന്നെയും വേറെ കുറെ ടീംസ് ഇല്ലേ ഇൻസ്റ്റയിലുള്ള, എനിക്ക് ഇൻസ്റ്റാഗ്രാമിന്റെ ഒരു ഇൻഫ്ലുവൻസേഴ്സിന് മൊത്തം വിസിറ്റുള്ള ഒരു പടമാണ്. പെർഫോമൻസ് വൈസ് നോക്കുന്ന സമയത്തില്ലേ ആഷിറൊക്കെ വേറെ ലെവലിൽ. ആഷിർ മാത്രമല്ല, എനിക്ക് തോന്നുന്നു അലനായിക്കോട്ടെ, അജനായിക്കോട്ടെ, വിനായക് ആയിക്കോട്ടെ, ആ ഒരു ടീമിന്റെ അതുപോലെ തന്നെ അവരുടെ പാരന്റ്സ് ആയി ചെയ്യണതും ലീഡിങ് ആക്ടേഴ്സ് ആയിരുന്നു. പിന്നെ എല്ലാവരും ഇതും നല്ല അഭിനയമായിരുന്നു. പിന്നെ നമ്മൾ എന്താ പറയാ, നമ്മൾ ഇത്രയും കാലം ആശർ എന്നുള്ള ആ ഒരു നമ്മൾ ഇൻസ്റ്റയിലൊക്കെ കണ്ട് പരിചരിച്ചൊരു മുഖം ഉണ്ടായിരുന്നു. ഇതൊക്കെ ഭയങ്കര വ്യത്യസ്തമായിട്ടാണ് ഒരു അഭിനയം എന്ന് പറയുന്നത്. മൊത്തത്തിലൊരു ട്രാക്ക് മാറ്റിയിട്ടുള്ള ഒരു അഭിനയം. ഒന്നും പറയാനില്ല, പടം വേറെ ലെവലാ. പിന്നെ ഇതില് കൈസിന് എന്തെങ്കിലും നെഗറ്റീവായിട്ട് തോന്നിയിട്ടുണ്ടോ? നെഗറ്റീവായിട്ട് പറയാനാണെങ്കിൽ ആ മറ്റേ അൽഫോൺസ് പുത്രന്റെ ഒരു ഭാഗം ഉണ്ടല്ലോ, അതിൽ കുറെ നീട്ടി വലിച്ച പോലെ ഒരു പോലീസ് ഓഫീസറിന്റെ ഒരു ഭാഗമുണ്ട്. അതില് എന്താ പറയാ, കുറച്ചൊരു സോഷ്യൽ എലമെന്റായ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അത് കുറച്ചൊരു ലാഗ് വന്ന പോലെ തോന്നി, കുറച്ചൊന്ന് കുറയ്ക്കാനും തോന്നി. പക്ഷെ ബാക്കിയൊക്കെ എല്ലാ ഭാഗങ്ങളും അടിപൊളിയായിരുന്നു. അതുപോലെ തന്നെ വാഴ 1 പോലെ തന്നെ ഒരുപാട് ചിരിക്കാനുള്ള എലമെന്റ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഇമോഷണൽ മൊമെന്റ്സും ചിരിക്കാനുള്ളതിനേക്കാളും കൂടുതൽ ഇമോഷണൽ എലമെന്റ്സ് ആണ്. അവസാനത്തേക്കൊക്കെ എത്തിയപ്പോൾ ഭയങ്കര ഇമോഷണൽ എലമെന്റ്സ്. ഏതെങ്കിലും ആൾക്കാരുമായിട്ട് എന്താ പറയാ, ഏതെങ്കിലും ഒരു ഭാഗമായിട്ട് ആൾക്കാർക്ക് കണക്ട് ആവുന്നുള്ളത് ഉറപ്പാണ്. ഒരു സാധാരണക്കാരന്റെ സ്റ്റോറി തന്നെയാണ് കറക്റ്റ് എടുത്ത് കാണിക്കുന്നത്. പലർക്കും പല ലൈഫാണ്, പലർക്കും പല ലൈഫാണെങ്കിലും ഏതെങ്കിലും ഒരു ഭാഗത്ത് ഈ സിനിമ കണക്ട് ചെയ്യുന്ന എനിക്ക് തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ എന്താ പറയാ, നമ്മളിപ്പം പുറം രാജ്യത്തൊക്കെ പോയി കഴിഞ്ഞാൽ അവരൊക്കെ സക്സസ് ആയില്ലേന്ന് വിചാരിക്കും. പക്ഷെ അവരുടെ ഒരു ലൈഫ് സ്റ്റൈലും കൂടി ഇതിൽ കാണിക്കുന്നുണ്ട്. പല ആൾക്കാരും സ്ട്രഗിൾ പീരീഡിലായിരിക്കും എന്നുള്ളത്. പിന്നെ മെയിനായിട്ട് പറഞ്ഞാൽ ഈ മദ്യത്തിന്റെ ഈ മയക്കുമരുന്നിന്റെ ഒക്കെ ഒരു ഭയങ്കരമായിട്ട് അവയർനെസ് നൽകുന്നുണ്ട് പടം. അത് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടമായി, കൃത്യമായിട്ടുള്ളൊരു അവയർനെസ്സും കാര്യങ്ങളൊക്കെ. അതുപോലെ അത് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ഫണ്ണി രീതിയിൽ അവരെ ഭാവിനെ എങ്ങനെ എഫക്ട് ചെയ്യുന്നതിന് ചെറിയ രീതിയിൽ കാണിക്കുന്നുണ്ട്. അതും നല്ലൊരു പോയിന്റ് ആയിരുന്നു. പിന്നെ ഇതില് വാഴ 1 പോലെ തന്നെ നായികക്കൊന്നും അത്ര വലിയൊരു കഥാപാത്രമൊന്നും ഇല്ല. ക്യാരക്ടർ എന്താ പറയാന്, നാലാൾക്കാരുടെ ലൈഫിനെ ബേസ് ചെയ്തിട്ടാണ്. വാഴ 1 വേറൊരു വേർഷനാണ്, പക്ഷെ ഭയങ്കര വൃത്തിയിൽ മേക്ക് ചെയ്തിട്ടുണ്ട്. സമയം പോയത് അറിഞ്ഞിട്ടേ ഇല്ല. അതുപോലെ ഇമോഷണൽ മൊമെന്റ്സ് ആയിക്കോട്ടെ, അത് കണക്ട് ചെയ്യുന്ന രീതിയൊക്കെ ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചില നേരത്തെ മ്യൂസിക് കൊടുക്കുന്ന ഭാഗമൊക്കെ അടിപൊളിയാണ്. അതുപോലെ തന്നെ മെയിൻ എനിക്ക് തോന്നുന്നു ഇവരെ വായ 1 ടൈം ലൈൻ ആയിട്ട് കണക്ട് ചെയ്യാൻ നോക്കിയിട്ടുണ്ട് ചില സമയത്ത്. ക്യാരക്ടേഴ്സിനെ ക്യാരക്ടേഴ്സിനെ വെച്ച് കണക്ട് ചെയ്യുന്നുണ്ട്. എടുത്ത് പറയാനാണെങ്കിൽ വിജയ് ബാബുവിന്റെ അഭിനയം ഒരു രക്ഷയില്ല. അങ്ങനെ ചില സമയത്തുണ്ടല്ലോ ഇങ്ങനെ മൂപ്പറിൽ പിടിച്ചിട്ടിക്കാൻ മാതിരി അഭിനയമാണ്. അതായത് എല്ലാ സ്കൂളിലും ഒരു ടോക്സിക് ആയിട്ട് ബിഹേവ് ചെയ്യുന്ന ഒരു ടീച്ചർ ഉണ്ടാവുമല്ലോ, അനാവശ്യമായിട്ട് കുട്ടികളെ അടിക്കാം. അതുപോലെ തന്നെ കുട്ടികൾ മറ്റേ ഗ്രൗണ്ടിൽ കളിക്കുന്ന സമയത്ത് കുട്ടികളെ അവിടുന്ന് ആട്ടിപ്പയപ്പിക്കുക, ഇങ്ങനത്തെ ഒരു ടൈപ്പ് ആ ഒരു ടീച്ചേഴ്സിനെ പുള്ളിക്കാരൻ കൃത്യമായിട്ട് വരച്ച് കാണിച്ചിട്ടുണ്ട്. ആ ഒരു ക്യാരക്ടർ നല്ല കറക്റ്റ് ആ ലൈൻ പിടിച്ച് മൂപ്പര് പോയിട്ടുണ്ട്. നമ്മള് എല്ലാ സ്കൂളിലും അങ്ങനത്തെ ഒരു ടീച്ചർ ഉണ്ടായിട്ടുണ്ടാവും, എന്തായാലും ഉണ്ടാവും. വടി എടുത്തിട്ട് ബെല്ലടിക്കണേ കാത്തിരിക്കും, വടി എടുത്തിട്ട് അടിക്കാൻ വേണ്ടിട്ട്. കൈസനെ അടിക്കോ പറയാണ്ടോ ഇഷ്ടമോ. അപ്പം അങ്ങനത്തെ ഒരു സംഭവം. പിന്നെ അതുപോലെ തന്നെ അജോ വർഗീസിന്റെ ക്യാരക്ടറും നമുക്ക് ഭയങ്കര ഇഷ്ടം തോന്നി പോകുന്ന ഒരു ക്യാരക്ടർ. അതെ, നമുക്കും ഉണ്ടാവുമല്ലോ ഇഷ്ടം തോന്നുന്ന ടീച്ചേഴ്സും ഒക്കെ. എനിക്കൊന്ന് ടീച്ചേഴ്സിന്റെ എന്താ പറയാന്, അതിൽ കാണിച്ച എല്ലാ ടീച്ചേഴ്സും നമ്മള് റിയൽ ലൈഫിൽ കണക്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഒരു പെർഫെക്റ്റ് നമ്മൾ കണ്ടുപരിചയമുള്ള ടീച്ചേഴ്സ് തന്നെയാണ് അതിലൂടെ വെക്കുന്നത്. ആ മൊത്തത്തിലൊരു റിയാലിറ്റി ആയിട്ട് പടം നന്നായി കണക്ട് ആവുന്നുണ്ട് എന്നുള്ളതാണ് ഭയങ്കര പോസിറ്റീവായി എടുത്ത് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എനിക്ക് ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവരുടെ തന്നെ ഈ എന്താ പറയുക സ്കൂൾ ലൈഫിൽ നിന്ന് അവർ റിയൽ ലൈഫിലേക്ക് മാറുന്നുണ്ടല്ലോ, അവരുടെ എന്താ പറയുക ജോബ് പഠിത്തം എന്നൊക്കെ ആയിട്ട്. അപ്പോൾ അതിങ്ങനെ മാറുമ്പോൾ ഇപ്പോഴത്തെ പലർക്കും അതെങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം എന്നറിയില്ല. അപ്പോൾ നമ്മളെ സ്കൂളിലൊക്കെ അങ്ങനത്തെ ഒരു സംവിധാനം ഉണ്ടായാലും അത്രയും നല്ലതാണ്.
അതായത് ഈ റിയൽ ലൈഫിലേക്ക് കടക്കുമ്പോൾ സ്ട്രഗിളിനെ കുറിച്ചിട്ടൊക്കെ എന്താണ് ഒരു മോട്ടിവേഷൻ നൽകാനൊക്കെ അങ്ങനെ എന്തെങ്കിലും സ്കൂളിലൊക്കെ തുടങ്ങിയാൽ എത്രയോ ഉപകാരമായിരിക്കും. കാരണം ഇപ്പൊ എന്താണ് നമ്മൾ പഠിക്കുമ്പോൾ എങ്ങനെയായിരുന്നു നമുക്കും അറിയില്ല റിയൽ ലൈഫ് എങ്ങനെയായിരിക്കും. പഠിക്കുക, വേഗം ജോലി കിട്ടുക, അങ്ങനെ ഒരു സെറ്റപ്പിലായിരുന്നു ഉണ്ടായത്. പക്ഷെ അങ്ങനെയല്ലല്ലോ നമ്മള് ലൈഫ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ ഒരു യാഥാർത്ഥ്യം മെല്ലെ മെല്ലെ ആൾക്കാരിലേക്ക് എന്താ പറയുക, നമ്മുടെ കുട്ടികളിലേക്ക് ആദ്യമേ അവരെ ഒന്ന് കോൺഷ്യസ് ആക്കാൻ കഴിഞ്ഞാൽ തന്നെ അതൊരു നല്ല കാര്യമായിരിക്കില്ല. പിന്നെ പടം അവസാനത്തിലേക്ക് എത്തുന്ന സമയത്തുള്ള ഒരു ബോണ്ട് കാണിക്കുന്നുണ്ട്. അതായത് വിനായകന്റെ ഒരു അച്ഛനായിട്ടുള്ള ഒരു ബോണ്ട്, അതുപോലെ തന്നെ ആശിരിന്റെ അവരുടെ ഫാമിലീസ് ആയിട്ടുള്ള ഒരു ബോണ്ടും കാര്യങ്ങളൊക്കെ അത് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. സംഭവം ഒരു രക്ഷയില്ല. അതായത് വായ 1-നേക്കാളും 2 എന്തുകൊണ്ടും മികച്ചു നിൽക്കുന്നുള്ളതാണ്. അതിപ്പോ ഒരാൾക്കും ഓരോ ഒപ്പീനിയൻ ആയിരിക്കും. പക്ഷെ നമുക്ക് രണ്ടുപേർക്കും ഒരേപോലെ തോന്നിയത് വായ 2 ആണ്. എന്തുകൊണ്ടാണ് എല്ലാം കൊണ്ടും വേറെ ലെവലാണ് പടം. എന്തായാലും ഒരു തിയേറ്റർ മസ്റ്റ് വാച്ച് ആണ് സാധ്യത. അതുപോലെ തന്നെ തിയേറ്ററിൽ മാത്രം എന്താണ് ഒരു തിയേറ്റർ ഫണ്ട് എലമെന്റ്സ് കുറേ ഉണ്ട് ഈ പടത്തിന്. അപ്പോൾ അതൊരു എന്തായാലും തിയേറ്ററിൽ പോയി മസ്റ്റ് വാച്ച് ആണ്. തിയേറ്ററിൽ പോയി കാണുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ അല്ലേ. തിയേറ്റർ പടം വേറെ ലെവലാണ്, ഒന്നും പറയാനില്ല. അത്രയ്ക്ക് തന്നെ. അപ്പം നിങ്ങളെ അഭിപ്രായം കണ്ടിട്ട് എങ്ങനെയാന്ന് കമൻസിൽ രേഖപ്പെടുത്താം.